ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ കല്യാണിയെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിന്നെ ഞാൻ ഇല്ലാതാക്കൂടി, എൻ്റെ മകനെ ജയിലിലാക്കി നിന്നെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറയുമ്പോൾ പ്രകാശന്റെ ഈ പ്രവർത്തികൾ സഹിക്കാൻ പറ്റാതെ അമ്മൂമ്മ, അതായത് അവന്റെ അമ്മ ചെയ്യുന്നത് അവന്റെ രണ്ട് കാലുകളും അടിച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ ഹോസ്പിറ്റലിലാവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഹോസ്പിറ്റലിൽ ഒരാളൊരു സഹായത്തിനുമില്ലാതെ ആകെ അവൻ ദുരിതത്തിലാകുന്നുണ്ട്. എന്തായാലും ഹോസ്പിറ്റലിൽ വിടുന്ന സമയത്ത് അവനങ്ങനെ വീൽ ചെയറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ രാജപ്പൻ്റെയും അതുപോലെ ബാലണ്ണൻ്റെയും വരവ്. അങ്ങനെ രാജപ്പൻ വന്നിട്ട് രാജപ്പൻ്റെ ഭ്രാന്തൊക്കെ മാറി. എന്തായാലും രാജപ്പനെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. തന്നെ തലയ്ക്കടിച്ചതും അതുപോലെ വീട്ടിൽ വന്ന് മോഷ്ടിച്ച വിക്രം ഇപ്പോൾ ജയിലിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുകയാണ്. അങ്ങനെ പ്രകാശിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നീ എൻ്റെ പൈസ തന്നോളണം. എൻ്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളാണ് നീ വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പൈസയൊക്കെ നീ തിരിച്ചു തന്നില്ലെങ്കിൽ നീ ഇനി അനുഭവിക്കുമെന്ന് പറഞ്ഞ് അവൻ്റെ കരണം നോക്കി അവൻ്റെ കാല് വയ്യാതിരിക്കുകയാണെന്ന് ഒന്നും നോക്കാതെ രാജപ്പൻ അവൻ്റെ മുഖത്തടിക്കുകയാണ്. അപ്പോൾ അണ്ണ എന്നെ തല്ലല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലനും പറയണം, വേണ്ട അണ്ണ, എന്തായാലും അവൻ ഈ അവസ്ഥയിലല്ലേ എന്ന് പറയുന്നുണ്ട്. അവൻ ഈ അവസ്ഥയിലാവാൻ കാരണം ഇവൻ്റെ മകൻ തന്നെയാണ്. ഇവൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത് അത് ചോദിക്കാൻ ചെന്നതിനാണ് ഇവൻ്റെ മകൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ തല തല്ലിപ്പൊട്ടിച്ചതും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ സ്വർണം പണമൊക്കെ എടുത്തുകൊണ്ട് പോയത്. ഇവൻ എല്ലാ പൈസയും നീ അതെനിക്ക് തിരികെ തന്നിരിക്കണം, ഇല്ലെങ്കിൽ നിന്റെ മകൻ്റെ കൂടെ ജയിലിൽ നീയും കിടക്കേണ്ടി വരും. അതിനുള്ള പണിയൊക്കെ എനിക്കറിയാം. പിന്നെ എൻ്റെ പിള്ളേർ ഈ നാട്ടിൽ തന്നെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. നിന്നെ ഞാൻ ഇതിൻ്റെ അപ്പുറത്തെ കിടത്തൽ ഞാൻ കിടത്തും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. എന്തായാലും പ്രകാശൻ ആകെ ഒന്ന് പെട്ടുപോകുന്നുണ്ട്. അങ്ങനെ പ്രകാശന് സ്വസ്ഥമായൊരു ജീവിതം അവൻ പിന്നീട് ഉണ്ടാകുന്നില്ല. എന്നിട്ട് പിന്നെ രാജപ്പം പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഇവനെ വന്ന് ഭീഷണിപ്പെടുത്തുകയും അവനോട് പറയുന്നുണ്ട്, നീ ഇനിയെങ്കിലും നന്നാവട, കാരണം നിന്റെ പെൺമക്കളൊക്കെ നല്ല നിലയിലല്ലേ. നിന്റെ പെൺമക്കളോട് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിന്നെ സഹായിക്കാതിരിക്കില്ല. നിന്റെ മകൻ എന്ന് പറഞ്ഞ് നീ പിന്നാലെ നടന്നിട്ടല്ലേ നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തായാലും നമ്മുടെ പ്രകാശനായൊരു കിടന്ന കിടപ്പിൽ ആരുടെയും സഹായമൊന്നുമില്ലാതെ വരുമ്പോൾ മനസ്സൊക്കെ മാറാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. എന്തായാലും കല്യാണിയുടെ അരികിൽ ചെന്ന് മാപ്പ് പറയുകയും ചെയ്തതിനൊക്കെ മാപ്പ് പറയുകയും അതുപോലെ തന്നെ കാർത്തിക് സ്നേഹിച്ചു തുടങ്ങുന്നൊക്കെയുണ്ട്. കാർത്തിക ഒരു രോഗിയാണെന്ന് പിന്നീടായിരിക്കും എല്ലാവരും അറിയുന്നത്. അതുപോലെ തന്നെ വിക്രത്തിനെ തള്ളിക്കളയുകയും വിക്രത്തിനെ ചെന്ന് കണ്ട് സ്റ്റേഷനിൽ, അതായത് ജയിലിൽ ചെന്ന് കണ്ട് അവനെ നല്ല രീതിയിൽ വർത്താനം പറഞ്ഞ് അവനെ അവിടെ നിന്നും അവൻ്റെ ചെയ്ത പ്രവർത്തികളൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇനി ഇങ്ങനെ ഒരു മകൻ എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രകാശൻ ആ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം തൻ്റെ അമ്മയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അമ്മേ, എന്നെ നോക്കാൻ ആരുമില്ല, എനിക്ക് ആരും ആശ്രയമില്ല. അതുകൊണ്ട് അമ്മ ഈ സായാഹ്നത്തിൽ എനിക്കൊരിടം വാങ്ങിത്തരണം എന്ന് അമ്മയോട് പറയുകയാണ്. എന്തായാലും പ്രകാശൻ്റെ ആ മാറ്റം കണ്ടിട്ട് അവൻ ആ അമ്മയ്ക്കൊപ്പം ആ സായാഹ്നത്തിൽ ഒന്നിച്ച് കഴിയുകയൊക്കെയാണ് പിന്നീടുള്ള ഭാഗമൊക്കെ വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.